ഒരു പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് പ്രോപ്പർട്ടി മേടിക്കാൻ സാധിക്കുന്നത്, ആ ഒരു പേരൻ്റ് എന്ന നിലയിൽ നമുക്കെങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. നമ്മുടെ കൂടെ ഉള്ളത് ജോയിയാണ്. അദ്ദേഹം ഒരുപാട് നാളായിട്ട് മോർഗേജിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കോളുകൾ കിട്ടാറുണ്ട് പേരൻസിൽ നിന്ന്, എങ്ങനെ എനിക്ക് എൻ്റെ മക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും, ഒരു എയർലി എൻട്രി ഇതിലേക്ക് സാധിക്കും, ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതിലേക്ക്, അത് താമസിക്കാനായിട്ടായാലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണെങ്കിലും എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ജോയി. അതേക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാവർക്കും തന്നെ 20 വയസ്സിനോട് അടുത്തു, പലർക്കും 20 വയസ്സ് കഴിഞ്ഞു, പലതും ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ കല്യാണം കഴിഞ്ഞ ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അറിയേണ്ടത്, ഒരു പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് എന്ന് കിഡ്സിന് വീട് മേടിക്കാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ കിഡ്സിന് വീട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്ന ആദ്യത്തെ ജനറേഷനിൽ വന്ന ആൾക്കാരുടെ മക്കളൊക്കെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെല്ലാം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ച ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് എങ്ങനെ പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് ഈസി ആയിട്ട് കയറാം എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അത് നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് അവരെ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതായത് ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതിന് മുമ്പ് അവർ ഫിനാൻഷ്യലി അവരെ ബോധ്യപ്പെടുത്തണം, എന്തിന് നമ്മൾ പ്രോപ്പർട്ടി മേടിക്കണം, എപ്പോൾ മേടിക്കണം, അതിൻ്റെ ഉപയോഗം എന്താണ്, പ്രോപ്പർട്ടി മേടിക്കുന്നത് കൊണ്ട് എന്നുള്ള കാര്യങ്ങളല്ലേ. അതെ. അതല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വമില്ലാതെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇട്ടിട്ട് പോകും. എഡ്യൂക്കേറ്റ് ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് പാരൻസിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അത് പല ഓപ്ഷൻ ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ട ഡെപ്പോസിറ്റ്, അവർക്ക് കുറച്ച് സേവിങ്സ് കാണും, പിന്നെ അതിനോട് കൂടി കുറച്ച് ഡെപ്പോസിറ്റിനുള്ള പൈസ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു വിത്തൗട്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വിത്ത് ഒരു മിനിമൽ ഇൻട്രസ്റ്റോട് കൂടി അവർക്ക് ലോണായിട്ട് കൊടുക്കുക. പിന്നെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ള ഇതാണ്, കുറച്ചുകൂടി റിസ്ക് കൂടിയതാണ്. അതായത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഓൾറെഡി ഇക്വിറ്റി ഉണ്ടെങ്കിൽ നമുക്ക്